ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. കുക്കിംഗ് മെത്തേഡിൽ ഈ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാം. പക്ഷേ ഈ കുക്കിംഗ് മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. ചിലർക്ക് കുക്കിംഗ് മെത്തേഡിൽ ഉണ്ടാക്കാൻ കഴിയൂലെങ്കിലോ, അതുകൊണ്ടാണ് ഈ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞത് കോൺഫ്ലവർ ആണ്. ഞാൻ എൻ്റെ കുറേ നോക്കി കോൺഫ്ലവർ. എൻ്റെ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ എടുത്തു കേട്ടോ. എന്തായാലും കോൺഫ്ലവർ എടുക്കാം. മൈദ എടുത്തിട്ട് ക്ലേ ആവുന്നൊന്നും ചിലപ്പോൾ ക്ലേ ആവൂല, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകും. സോ നിങ്ങൾ കോൺഫ്ലവർ എടുക്കാം. പിന്നെ ഓയിൽ, വിനാഗിരി, പിന്നെന്താണ് നമ്മുടെ ഫെവിക്കോൾ ഇല്ല, വൈറ്റ് ഗ്ലൂ, അത് കേട്ടോ. മറ്റേ ഇത് എടുക്കരുത്, യെല്ലോ, വൈറ്റ് ഗ്ലൂ തന്നെ എടുക്കാം. വൈറ്റ് ക്ലേ ആയതുകൊണ്ട് വൈറ്റ് ഗ്ലൂ. അപ്പം അതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഞാൻ ഇവിടെ മൈദ എടുത്തുകൊണ്ട് ഇത് ക്ലേ ആവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുമോ എന്നറിയില്ല. സോ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇനി മൈദ ആണ് നിങ്ങളുടെ അടുത്തുള്ളെങ്കിൽ ഇത് അഥവാ റെഡി ആയാൽ നിങ്ങൾക്ക് മൈദ കൊണ്ട് ചെയ്യാമല്ലോ. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ മൈദ ആണ് എടുത്തത്. പിന്നെ അതിലേക്ക് 3 ടീസ്പൂൺ മൈദ കോൺഫ്ലവർ ആണെങ്കിൽ 2 ടീസ്പൂൺ ഫെവിക്കോളാണ് ഇടേണ്ടത് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് മൊത്തത്തിലോട്ട് ആഡ് ചെയ്യല്ല. അതിൻ്റെ ടെക്സ്ചർ ഒന്ന് റെഡി ആവണ്ടേ, അതിന് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക. അപ്പോഴേ നമ്മൾ ആ ഒരു ക്ലേൻ്റെ ടെക്സ്ചർ കിട്ടുള്ളൂ. ഒന്നായിട്ട് ആഡ് ചെയ്താൽ ചിലപ്പോൾ ലൂസാവും, ചിലപ്പോൾ കട്ടിയിലായി പോകും. സോ നമ്മൾ അതിൻ്റെ ആ ഒരു ആ ലെവലിനനുസരിച്ച് ആക്കുക. അപ്പോഴല്ലേ നമുക്ക് ആ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ ആ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഗൈസ്, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്കത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഗ്ലൂവും കോൺഫ്ലവറും കൂടി ഒന്ന് റെഡി ആവുള്ളൂ. ഞാൻ ഇതിൽ ഒന്ന് മൈദ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പായി ഉണ്ടാവും എന്ന്. അപ്പോൾ ഞാൻ കുറേ ഗ്ലൂ ആഡ് ചെയ്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ഗ്ലൂ ആട്ടോ ആഡ് ചെയ്ത്. ഞാൻ 2 ടീസ്പൂണിനാണ് ആഡ് ചെയ്തത്. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് ഏകദേശം 2 ടീസ്പൂണാണ്. കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല. നമ്മൾ ആ ഒരു ക്ലേ, നിങ്ങൾ എത്ര ക്ലേ ഉണ്ടാക്കണോ, നിങ്ങൾക്ക് എത്ര ക്ലേ ആണോ വേണ്ടത് അതിൻ്റെ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ മെഷർമെൻറ്റ്സ് ഒക്കെ ഇട്ടാൽ മതി. നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിക്കണം. കേടാവാതൊക്കെ ഉണ്ട് നമ്മൾ ക്ലേ കുറേ കാലത്തിന് നിൽക്കണമെങ്കിൽ കേടാവാതെക്കണം. സോ നമുക്ക് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, വിനാഗിരീൻ്റെ കുപ്പിൻ്റെ ക്യാപ്പ്, അതിലൊരു ക്യാപ്പ് എടുത്താൽ മതി. ഞാൻ ഒരു ക്യാപ്പ് എടുത്ത്, പക്ഷെ ഇന്ത്യയിൽ ആകെ കുറച്ച് വിനാഗിരി ഉള്ളത്, ആ ഒരു ക്യാപ്പൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചെടുത്തിന്. നമ്മൾ ഓയിലാണ് ഗൈസ് ആഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിരുന്നു. ഓയിൽ എന്ന് പറയുമ്പം ഒരു 2 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ അങ്ങനെയൊക്കെ മതി. ഓവറൊന്നും ആഡ് ചെയ്യണ്ട, എന്നാൽ കുറയാൻ പറ്റില്ല. 1 ടീസ്പൂൺ ഓയിൽ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇനി വിനാഗിരി ഇന്ത്യയിൽ ഞാൻ കുറച്ച് ഒഴിച്ചത് കുറഞ്ഞൊഴി. സോ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചതാണ്. ഇനി നമുക്കിത് ഈ മൈദ ആയതുകൊണ്ട് നല്ല ഹാർഡാണ്, ക്ലേ ആവണില്ല, ഫ്ലോപ്പ് ആവുന്നു. സോ നമ്മൾ ലോഷൻ ആഡ് ചെയ്തു. ലോഷൻ ഇതിലേക്ക് കുറച്ചാക്കിയപ്പോൾ നല്ല സോഫ്റ്റും സ്മൂത്തായിരുന്നു ഈ ക്ലേ. ലോഷൻ ഓപ്ഷണലാണ്. നിങ്ങളെ ക്ലേ ഒന്ന് റെഡി ആയില്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്തോ. ചെറുതായിട്ടൊന്ന് ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണുപോയി, അതൊന്നും സാരില്ല. പിന്നെ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. സോ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് സെറ്റാക്കാം, ഒക്കെ നമുക്ക് വൈബാക്കാം ഗൈസ്. നമ്മളെ ക്ലേയിലോട്ട് പോകാം. ക്ലേ എന്ന് പറയുമ്പം ഇപ്പം എൻ്റെ ക്ലേ ഒന്ന് സെറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഞാൻ ചോദിച്ചത് ഫ്ലോപ്പ് ആവും, അപ്പം ഒന്ന് റെഡി ആയിന്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിന്, പക്ഷെ മുറിക്കുമ്പോൾ ഒക്കെ ഒരു ഹാർഡ് ഉണ്ട്. എന്നാലും നമുക്ക് ഇതൊക്കെ നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇതാക്കുക. അപ്പം നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നല്ല സ്മൂത്ത് ക്ലേ ആണ് ഇപ്പം എൻ്റെ കൈമല്ലുള്ളത്. കോൺഫ്ലവർ ആണെങ്കിൽ കുറച്ചും കൂടി റെഡി ആവുകയും ഇതില്ലാത്തതുകൊണ്ടാണല്ലോ. ഓക്കെ, എന്നാലും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മളെ ഈ ക്ലേ ഇങ്ങനെ വെക്കാൻ പറ്റില്ല, എയർ ഡ്രൈ ക്ലേ അല്ല. അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്തെന്ന് നോക്കിയാലോ. ഗൈസ്, നമ്മൾ ഈ ക്ലേ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അത് നമ്മൾ കൈമേൽ കുറച്ചാക്കിയിട്ട് ഈ ക്ലേൻ്റെ മോൾ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മോൾ ഭാഗം സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ എയർ ആയിട്ടുള്ള കോണ്ടാക്റ്റ് അധികം വരില്ല. ഒരു നല്ല കാര്യമില്ലേ. അപ്പോൾ നമ്മൾ ക്ലേ കുറച്ചും കൂടി ഹാർഡാവാതെ സോഫ്റ്റായി നിൽക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക.
എന്നിട്ട് നമ്മൾ ഈ ക്ലേ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ് നമ്മൾ ഈ റാപ്പ് ചെയ്ത ക്ലേ ഇനി ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് മൂടിയേക്കാം. നമ്മൾ ഈ എയർ വരാതെ കാണാൻ നന്നായിട്ട് മൂടിയേക്കാം കേട്ടോ. ഇനി ഈ ക്ലേ ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ, ഇനി ഈ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലേ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് സാധനം എന്നല്ല 2 സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാനത് ഉണ്ടാക്കി അന്നല്ല, ഉണ്ടാക്കി പിന്നെ അത് പിറ്റേന്നാണ് ഞാനത് എടുത്തത് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്ക്.